നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ചൊവ്വാഴ്ച എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ കേട്ടോ. ഒരു സംശയമുണ്ട്, ഇത് 100 ദിവസം ഇല്ലേ ബിഗ് ബോസ്? ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? കാരണം കാര്യങ്ങളെ പോക്കനുസരിച്ച് നോക്കുന്ന സമയത്ത് ഒരു 75 അല്ലെങ്കിൽ 80ാമത്തെ ദിവസം പൂട്ടിക്കെട്ടുന്ന കോലമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഫാമിലി റൗണ്ടൊക്കെ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് വരുമല്ലേ? 13 ആളുള്ള സമയത്ത് ഫാമിലി റൗണ്ട് ഒക്കെ വന്നപ്പോ ഒന്ന് ഞെട്ടിട്ടോ. കാരണം ഒരു ധൃതിയുള്ള പോലെ. അതുപോലെ ടിക്കറ്റ് ഫിനാലെ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ ഒരു കണക്ഷൻ കിട്ടണില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഫാമിലി ഉള്ള സമയത്ത് ഈ കോമ്പറ്റീഷൻ നടക്കുമ്പോ ഒരു സുഖമില്ല. അവര് ഫൈറ്റ് ചെയ്യൊന്നുമില്ല. ഫൈറ്റ് ചെയ്യില്ല മാത്രല്ല അവർക്ക് എതിര് പറയാനുണ്ടെങ്കിൽ തന്നെ അത് വരുമ്പോ പറയാട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് പറയാം. പക്ഷെ ബേസിക് ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ വെക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബിഗ് ബോസ് പോകുന്ന ഒരു വഴി എന്തുകൊണ്ടോ ബിഗ് ബോസ് എന്ന ഷോ 5 സീസൺ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിൽ വിള് കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പക്ഷേ പൊതുവെ ബിഗ് ബോസിൻ്റെ ഒരു സ്വഭാവത്തിനെ കംപ്ലീറ്റ് കോളാക്കുന്ന രീതിയിലാണ് ഇപ്രാവശ്യം ഷോ ഡയറക്റ്റ് ചെയ്യുന്നവർ കൊണ്ടുപോകുന്നത് തോന്നുന്നുണ്ട്. എവിടെയോ ബിഗ് ബോസിന്റെ ആൾക്കാർക്ക് സ്ക്രിപ്റ്റ് ബാഗും പെട്ടിക്കെടുത്ത് വന്നുകൊണ്ടാണ് താമസിക്കുന്നത്. പിന്നെ രാത്രി ആണ് അവരുടെ പോയത്. പക്ഷെ നല്ല രസമാണ്. അമ്മമാരും അമ്മയൊക്കെ വന്നിട്ട് ഭയങ്കര രസമാണ് അവരുടെ സന്തോഷം കാണാനും. അതുപോലെ രണ്ടുപേരുടെയും ഉമ്മയും അമ്മയതെ രണ്ടുപേരും നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല 2 അമ്മമാര്. രണ്ട് അനിയന്മാരാണെങ്കിലും അതെ. പക്ഷെ ബിഗ് ബോസ് എന്ന ഷോ ഡിമാൻഡ് ചെയ്യുന്ന അല്ല, നമ്മള് ബിഗ് ബോസ് എന്ന ഷോന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഇതാണോ? ബിഗ് ബോസ് കുറച്ചുകൂടി ലാസ്റ്റ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നമ്മളെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി കണ്ടസ്റ്റൻസ് ഒക്കെ. ഒരു കാര്യമുണ്ട്, ഇന്ന് വന്ന പാരന്റ്സ് ഇല്ലേ, അൻസിബയുടെ ആണെങ്കിലും അതെ മറ്റേ നമ്മളെ ഋഷിയുടെ ആണെങ്കിലും രണ്ടുപേരും പുറത്തത്തെ ഒരു കാര്യം ഒരു സൂചനയും വെറുതെ പോലും കൊടുത്തിട്ടില്ല. അറിയുന്ന കാര്യം തന്നെ അവർ പറഞ്ഞു. എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം ഉണ്ടത്. എന്താ? അതായത് അൻസിബയുടെ പേരൻസ് വന്ന സമയത്ത് അൻസിബയുടെ പാരന്റ്സ് വന്നിട്ട് ജാസ്മിനോട് ഭയങ്കര സ്ട്രോങ് ആണ്. ജാസ്മിനും തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. അൻസിബയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ജാസ്മിൻ എന്ന് അൻസിബ കുറെ പ്രാവശ്യം പറയാറുണ്ടല്ലോ. അപ്പൊ ചിലപ്പോ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാ വെറുതെ തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാവും. പിന്നെ അവര് പുറത്തത്തെ കാര്യങ്ങള് നിങ്ങൾക്ക് നല്ലത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നല്ലത് അടിപൊളി കളിക്കിന്റെ മക്കള് നല്ലതാ, ഇതേപോലെ പോയാൽ മതി, ആ രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. അതായത് ബിഗ് ബോസ് പൊതുവേ ഇപ്പം നമുക്ക് എൻ്റെ ഒരു പ്രശ്നം കേട്ടത് ഇവർക്ക് അത്രയും പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ ബിഗ് ബോസിനെ ഏകദേശം ആ ഒരു ആംഗിളിലൂടെ ഇതൊക്കെ കണ്ട് ബിഗ് ബോസിൽ നടക്കുന്ന ഓരോ കാര്യവും സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം വെച്ചാൽ അൻസിബയാണ് ജാസ്മിനെതിരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ജിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം. ജിൻഡോ പത്ര അധികം ഇല്ല. കഴിഞ്ഞ ഒരാഴ്ച ജിൻഡോന്റെ പൊടി പോലും ഇല്ലെന്ന് സിബിൻ പറഞ്ഞ പോലെ ജിൻഡോന്റെ യാതൊരു വിധ സ്ക്രീൻ സ്പേസ് ഇല്ല ജിൻഡോക്ക്. പിന്നെ ജാസ്മിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അൻസിബയാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും അൻസിബയുടെ പേരൻസ് വരുന്ന സമയത്ത് അൻസിബയുടെ പേരൻസിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ജാസ്മിനോട് പറയേണ്ട ഡയലോഗ് ഇതാണ് എന്ന് ഷോ ഡയറക്ടറോ സ്ക്രിപ്റ്റ് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു സംശയം പറയണത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം. എനിക്ക് എന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, വെക്കത് ഫീൽ ചെയ്യുന്നില്ല. അത് ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ. കാരണം മകള് ഓൾറെഡി ഫൈറ്റ് ആകെ ജാസ്മിന്റെ അടുത്താണ് ശരിക്കുള്ളൂ. അപ്പൊ ആ അമ്മയ്ക്ക് വന്നപ്പോ എന്തിനാ പിന്നെ അമ്മ മോള് തന്നെയാണ് നീയും എന്ന് പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു, വീണ്ടും ഒരു ഉമ്മ കൊടുക്കുന്നു. അതെന്താന്ന് വെച്ചാൽ അവരുടെ ചെറിയ മോളുണ്ട് അപ്പു എന്ന് പറയുന്നത്. ആ കുട്ടിയും ജാസ്മിനും ഏകദേശം ഒരേപോലെ കാണാൻ എന്നാണ് ഇവര് പറയണത്. കാണാനും കാഴ്ചക്കും. അപ്പൊ അവര് ആ അമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ ഒന്ന് വന്നപ്പോ. അതായത് അൻസിബയുടെ അമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. പിന്നെ എന്താണ് നമ്മളെ അപ്പു, എനിക്ക് ജാസ്മിനോട് ഒരു ദേഷ്യമൊന്നും ഇല്ല കേട്ടോ മോളെ, എനിക്ക് ഒരു വിരോധമില്ല. നമ്മളെ അപ്പു എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, ചെറിയ കുട്ടിയല്ലേ, പക്വതയില്ലാത്ത പ്രായമല്ലേ, നമ്മുടെ അപ്പു എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കില്ലേ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അവര്. ആയിരിക്കാം, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അവിടെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് അങ്ങനെ ചിന്താഗതി പല സമയത്തും വരുന്നുണ്ട്. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് ഉള്ളത് അൻസിബയുടെ ഫാമിലി വന്നു. ഈ ഫസ്റ്റ് തന്നെ ഇന്നിപ്പോ 2 കാര്യങ്ങളാണ് ഞാൻ ബിഗ് ബോസിൽ എപ്പിസോഡിൽ നോട്ട് ചെയ്തത് കേട്ടോ. എപ്പിസോഡിൽ മാത്രമല്ല ലൈവ് കണ്ടവർക്ക് അറിയാം ഇതും. അതായത് അവിടെയൊക്കെ നോക്കണ്ട, അവിടെ കണ്ണാടി ഈ റൂമിന്റെ എവിടെയും വെക്കാൻ പറ്റില്ല, കണ്ണാടി ഉള്ള ഭാഗത്തേക്ക് ഇറക്കി. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ കണ്ണാടിയാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ രണ്ട് സംഭവമാണ് ബിഗ് ബോസിൽ നിന്ന് നടക്കുന്നത്. ഒന്ന്, ക്യാമറ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫാമിലി അവിടെ ഒരു സംഗതി വരുന്നു.
അപ്പുറത്ത് വേറൊരു വ്യക്തി ഇരുന്ന് കോണ്ടന്റ് ഉണ്ടാക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാലോ സായി. ഞാൻ എന്താ പറയണോട്ടെ, ഞാൻ എന്താ പറയണ കേക്ക്. അതായത് സായി കോണ്ടന്റ് ഉണ്ടാക്കാന്ന് ഞാൻ പറയുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ, എനിക്കങ്ങനെ സായി പാവാണ്, നിഷ്കളങ്കനൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ കണ്ട സമയത്ത് ഇപ്പം നമ്മുടെ എൻ്റെ ഒരു വക്രബുദ്ധി, എന്താ പറയുക, ഒരു വളഞ്ഞ ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം, കുരുട്ട് ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ചിന്താഗതി ആ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കേട്ടോ. അതായത് ഉള്ളിൽ ഇവർ വണ്ടി വന്ന സമയത്ത് തന്നെ സായി എടുത്ത് പറയുന്നത് അവിടെ അച്ഛൻ്റെ കേസാണ്. സായിയുടെ നമുക്ക് ആ ഫാമിലി ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് പറയേണ്ട എനിക്ക് വരാം. അപ്പോൾ സായിയുടെ അച്ഛൻ വരുമോ വരില്ലയോ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നോർമലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഉള്ളിലെല്ലാവരും ക്യാമറ ഫാമിലിനെ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പുറത്ത് ലോണിൽ ഒറ്റയ്ക്കിരിക്കുന്ന സായി കൃഷ്ണൻ, അതെ ഒറ്റയ്ക്കിരിക്കുന്ന സായി കൃഷ്ണൻ, അതെ ഒറ്റയ്ക്കിരിക്കുന്ന സായി കൃഷ്ണൻ അച്ഛൻ ഒരിക്കലും വരരുത് എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനത്തെ ആക്ഷനും ഇടിക്കണ ആക്ഷനൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല, പുറത്ത് കണ്ടിട്ടുള്ള സീക്രട്ട് ഏജന്റ് അല്ല അപ്പോൾ ഇതിനുള്ളിൽ ചെന്നപ്പോൾ ഉള്ള വ്യക്തി ഉള്ളത്. അപ്പോൾ അങ്ങനെ കാണിക്കുമോന്ന് എനിക്ക് അറിയില്ല. എന്താ തോന്നി അറിയോ, സായി ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മള് ക്ലാസ്സിലെ മാർക്കൊക്കെ കുറഞ്ഞിട്ട് പാരന്റ്സ് മീറ്റിങ്ങിന് കറന്റ് വരും എന്ന് പറയില്ലേ, അപ്പോൾ ഒരു ടെൻഷൻ പോലെ തോന്നുന്നു. സായി ഭയങ്കര ടെൻഷനായിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് സായി പറയേണ്ടത് സ്നേഹ വന്നാലും അമ്മ വന്നാലും ജിത്തുബായി വന്നാലും വേറെ ഏതൊക്കെയോ ഏട്ടന്മാരെ പേര് പറയണ്ടത്, ഇവരൊന്നും വന്നാലും പ്രശ്നമില്ല, അച്ഛനെ വരുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീൻ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അച്ഛൻ വന്നാൽ അവര് തമ്മിൽ തന്നെ ഇതാവും. പിന്നെ ബിഗ് ബോസ് പറയും പെട്ടി എടുത്തിട്ട് മകനെ കൊണ്ട് പോയിക്കോളാം പറയുന്ന ഒരുപാട് ഇമേജ് കോൺഷ്യസ് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് സായി അല്ലേ. കഴിഞ്ഞ ഒരു ടാസ്കില് ആ ഒരു അമ്മയ്ക്ക് കത്തെഴുതുന്ന ഒരു ടാസ്ക് ഉണ്ടായ സമയത്ത് അമ്മ പ്ലസ് സ്നേഹ ആയിക്കൊണ്ട് സമാധാനം എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഫാമിലിനെ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്ത ഒരാളാണ് അല്ലേ. ശരിയായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണോ എന്ന് അറിയില്ല, എനിക്കറിയില്ല. അപ്പോൾ സീക്രട്ട് ഏജന്റിനെ കണ്ട കുറേ കാലങ്ങളായിട്ട് സീക്രട്ട് ഏജന്റിനെ കാണുമ്പോൾ പിന്നെ അതിനോട് സായിനെ കാണുന്ന ഈ ബിഗ് ബോസ് ഇപ്പോൾ ഇപ്പോൾ രണ്ട് ടൈപ്പ് ആൾക്കാരാണ്. ഒന്ന് സീക്രട്ട് ഏജന്റ് എന്നുള്ള ചാനൽ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പല കാര്യങ്ങളും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നേരെ മറിച്ച് സീക്രട്ട് ഏജന്റ് എന്ന ചാനൽ കാണാതെ സീക്രട്ട് ഏജന്റ് എന്നുള്ള സംഗതി കേട്ടതിന് ശേഷം അതിനുള്ള ഒരു പരിവേഷം പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ആ കാറിലൊക്കെ ഇത് ഭയങ്കര താടിയൊക്കെ നീട്ടി കട്ടത്താടിയൊക്കെ അലിപ്പായിട്ട് റിവ്യൂ പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഇപ്പം അതിനുള്ള സായി കേൾക്കുന്ന ഈ വേറെ വിഭാഗം ആൾക്കാർ അവർക്കിത് ഭയങ്കരമായിട്ട് തോന്നുമെങ്കിലും ഈ സായി ഇത്രയും കാലമായിട്ട് വീഡിയോസിൽ കംപ്ലീറ്റ് പറഞ്ഞ സംഭവം എന്താണെന്നറിയാം. ഇത്ര കാലമായിട്ട് സായിയുടെ ഏത് വീഡിയോ എടുക്കുകയാണെങ്കിലും സായി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഈ എന്താ പറയുക നമ്മുടെ സ്വകാര്യ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഫാമിലി വ്ളോഗേഴ്സിനാണ്. ഈ വിമർശിക്കുന്ന സമയത്തൊക്കെ സായി പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ റിയൽ ലൈഫ് നിങ്ങളുടെ സ്വകാര്യത ഇതിൽ കൊണ്ടുവന്നിടരുത് എന്ന് പറയുന്നൊരു വ്യക്തി അത് ഇത്രയും ദിവസം ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയി നിന്നിട്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് സ്വയം അങ്ങോട്ട് എക്സ്പോസ് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കെന്തോ അതിലൊരു കംപ്ലീറ്റ് ആയിട്ടൊരു നിഷ്കളങ്കത പറയാൻ പറ്റില്ല. എനിക്ക് അതിനെക്കാട്ടിലും തോന്നിയത് എനിക്ക് സായിയുടെ അന്ന് സംസാരിച്ചതിന് ശേഷം സായിനോട് ഒരു പാവം ഒരു ഇഷ്ടം തോന്നുന്നത്. കാരണം ശരിക്കും ഇഷ്ടം തോന്നി. കാരണം പിന്നെ എന്റെ അഭിപ്രായം പറയാട്ടോ, അങ്ങനെ തോന്നിയത് ചിലപ്പോ ഒരു സ്ട്രാറ്റജി ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ തോന്നിയില്ല. അത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാവണേ എന്നാണ് ആഗ്രഹം തോന്നിയത്. എനിക്ക് എവിടെയാണെന്നറിയോ ഒരു മോശമായി തോന്നിയത്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടുപോയി ജിത്തുബായി സ്നേഹം കൂടി ഒരു വീഡിയോ ചെയ്തു. അവര് ആ വീഡിയോ ചെയ്തപ്പോ അവര് ചിരിച്ച് കളിയാക്കി കൊണ്ട് സംസാരിച്ചപ്പോ എനിക്ക് തോന്നി അത് സ്നേഹയുടെ ഹസ്ബൻഡ് അല്ലേ. അവർക്കാണ് ഇപ്പൊ സായിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് പറയാനും അവർക്ക് അവരുടെ ലൈഫാണത്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ മുകളിൽ ആരും വരില്ല. അപ്പൊ നമ്മളൊന്നും വരില്ല, നമ്മളൊക്കെ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് പാർട്ടി അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് മാത്രം. അത് അവർക്ക് അവരുടെ ലൈഫ് അറിയുള്ളൂ. പക്ഷെ എല്ലാം പുറത്തുനിന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കി കാണുന്ന കുറച്ച് ആൾക്കാർ എന്നുള്ള കണ്ടീഷനിൽ എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്താ വെച്ചാൽ വളരെ മോശമായി പോയി സ്നേഹയും ജിത്തു കൂടി റിയാക്ട് ചെയ്ത്. ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോസ് സായി കൃഷ്ണ ഫാമിലി അല്ല അത് മോശം എന്താ പറയുന്നത്. ഞാൻ ഇത് ഈ ഒരു വീഡിയോ ഇവരുടെ പേഴ്സണൽ കാര്യമല്ലേ എന്നുള്ള കണ്ടീഷനിൽ ഇത് റിയാക്ട് ചെയ്യാതിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് സായി അതിനുള്ളിൽ പറഞ്ഞൊരു കാര്യം കൊണ്ട് ഞാൻ ആദ്യം ചിന്തിച്ചെന്താ ഇവൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്, ഇവൻ്റെ വൈഫ് ഒരു ചാനലിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സൈബർ ബുള്ളിങ് കിട്ടില്ലേ എന്നൊക്കെ ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ സ്വാഭാവികമായിട്ടും. പക്ഷെ ഇവരുടെ ഭാഗത്തുനിന്ന് ജിത്തുവിൻ്റെയും സ്നേഹയുടെയും വീഡിയോ വന്ന സമയത്ത് സീരിയസ് ആയിട്ട് പറയാം, ആ സായി എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയധികം കഷ്ടപ്പെടുന്ന കാര്യം, ഈ അമ്മയുടെയും ഭാര്യയുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം ആ അമ്മയ്ക്ക് ഫേവർ ചെയ്തിട്ട് ആ കമന്റ്സ് കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് സംഗതി മുഴുവനും ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യയ്ക്ക് കംപ്ലീറ്റ് നെഗറ്റീവായി.
പിന്നെ മാത്രമല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരുവിധം എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര പ്രത്യേകമായിട്ടുള്ള ഒരു ഡയലോഗ് അങ്ങോട്ട് നീങ്ങി ഒന്ന് തള്ളിയിട്ടുണ്ടായിരുന്നു അതൊക്കെ. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇത് കുറേ നേരമായിട്ട് എന്നെ പുറത്താക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിന്നെ സ്നേഹ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ഇനി ഈ ഇറങ്ങി വന്ന അതായത് സായിനെ ഇപ്പൊ സ്നേഹനേക്കാളും കൂടുതൽ ആർക്കും അറിയണ്ടാവില്ലല്ലോ, സത്യമല്ലേ? ഇനി ഇറങ്ങി വന്നതിന് ശേഷം പറയുമോ ഇതൊക്കെ എന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു പറയുമോ? അതൊന്നും പറയാൻ പാടില്ല. പൊട്ടത്തരം കാണിച്ചതാട്ടോ. ആ ഇഷ്ടപ്പെടുന്നത് സായിക്ക് കളയുന്നേക്കാളും കൂടുതൽ അവിടെ സ്നേഹനെ വെറുക്കപ്പെടുകയാണ്. അത് മോശമായി പോയി. പിന്നെ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ എല്ലാ അമ്പലങ്ങളിലേക്കും പോണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയത് എന്തോ നമ്മള് ഒരാൾക്കും സായി ആ പറഞ്ഞതും സായിയെ പറഞ്ഞത് ലാലേട്ടൻ വരെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തത്. നമ്മളന്ന് ആ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു. സായി പറഞ്ഞത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ലാലേട്ടനൊക്കെ എടുത്തത്. അത് ഇവര് ഈ കളിയാക്കിയും കൊണ്ട് സംസാരിച്ചത് കുറച്ച് മോശം. അല്ല അവര് തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഫാമിലി റൗണ്ടിൽ വരുമ്പോ ചിലപ്പോ അവര് പക്ഷെ ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ ഇവൻ പറയണ ഇവനിപ്പോ അതേമാതിരി റിയാക്ട് ചെയ്യുന്നല്ലേ പറയുന്ന പോലെ തന്നെ അവനവന്റെ സ്വകാര്യ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വകാര്യ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇതൊക്കെ പ്രോബ്ലം ഉള്ളത്. ഇടും ചെയ്തു. ഈ ഷോയിലൊക്കെ വന്നിട്ട് നമ്മളൊക്കെ ഈ പുറത്ത് നിന്ന് സംസാരിക്കണവരാ അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടോ എന്ന് പറയൂട്ടോ. കാരണം പുറത്ത് നിന്ന് സംസാരിക്കും, അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറൊരു ലോകം, അവർക്ക് വേറെ ഒന്നും ഓട്ടോമാറ്റിക്കലി അവര് പലരും പലതും. അതാണ് ഈ ബിഗ് ബോസ് ഷോ. അത് സായിനെ സംബന്ധിച്ച് അതിനുള്ളിലുള്ളവരാണോ അല്ല. അപ്പൊ സായിക്ക് ഇപ്പൊ പുറത്തുള്ളവർ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത് സായി ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തല്ലോ പറഞ്ഞേനെ, അതൊക്കെ. പക്ഷെ അതിന് റിയാക്ട് ചെയ്തിട്ടുള്ളവന്റെ ഭാര്യയുടെയും മറ്റേ ചങ്ങായിന്റെ വളരെ മോശമായി പോയി. എല്ലാ അവരിപ്പോ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും അടിയിലും കംപ്ലീറ്റ് ചെയ്യുന്ന സായി പ്ലസ് അമ്മ ഈക്വൽ ടു സമാധാനം, സ്നേഹ പ്ലസ് അമ്മ ഈക്വൽ ടു സമാധാനം എന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള. അറിയില്ല, ഓരോരുത്തർക്ക് അവരുടെ ലൈഫ് ആണ്, എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോട്ടെ. നാളെ ആരുടെയാ വരുന്നതെന്നറിയോ? നാളെ ശ്രീതുതി രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്ന് കോംബോ സൃഷ്ടിക്കാനുള്ള നാദരുടെ വീഡിയോ എന്ന് പറഞ്ഞാട്ടോ. അവരുടെ വരുന്ന പറഞ്ഞു കേട്ടത്. പിന്നെ ഇന്ന് പറയാനുള്ളത് ടാസ്ക് ഉണ്ടായിരുന്നു, സോപ്പിന്റെ ടാസ്ക്. അത് ഗ്രൂപ്പായിരുന്നല്ലോ. അതില് വിന്നർ ചെയ്ത് സായിയും അഭിഷേകും അല്ല സായിയും രണ്ട് സിജോയും ഇവള് വരുന്നു. അതിലുണ്ടായിരുന്നത് നമ്മളെ എന്താ പേര് അല്ലേ? എനിക്ക് ഓർമ്മട്ടില്ല. അല്ല അത് പോട്ടെ, അതല്ല ആരാ ഉണ്ടായിരുന്നു, ആരാണ്ട് കണ്ടവർക്ക് അറിയണ്ടാവും ആരാണുള്ളത്. അപ്സര. അപ്പൊ ഇവര് സായി സിജോ ആണല്ലോ മേല് തേച്ച് കുളിച്ചത്. പക്ഷേ അതിൽ എനിക്ക് അപ്പോഴേ ലൈവ് കണ്ടപ്പോഴേ തോന്നിട്ടോ ചെറിയൊരു ഡൗട്ട് തോന്നി. അഭിഷേക് അതുപോലെ ഋഷി, ജാസ്മിൻ, പിന്നെ അവരുടെ കൂടെ അർജുൻ, ഇവരൊരു ഗ്രൂപ്പാണ്. അതിൽ അഭിഷേകും ഋഷിയായിരുന്നു തേച്ചിരുന്നത്. അവർ നല്ല രീതിയിൽ കളിച്ച് തേച്ച് ഇതാകട്ടെ. ഞാൻ വിചാരിച്ചു അവരെന്നെ വിൻ ചെയ്യുന്നു ലൈവ് ഫുള്ള് കണ്ടപ്പോൾ. പക്ഷെ മറ്റവരുണ്ടല്ലോ, ഇവര് ജയിക്കുന്നതിന്റെ കുറച്ച് മുമ്പേ ആയപ്പോഴേക്കും അവര് കഴിഞ്ഞു എന്നോ അത് തട്ടിപ്പ് പോലെ തോന്നിട്ടോ. അവർക്ക് അങ്ങനെ കളിക്കാം. ഇത് ഇവര് കണ്ടുപിടിക്കാത്തതാണ് ഇവരുടെ പ്രശ്നം. അവരുടെ മാത്രം സോപ്പിന്റെ വെള്ളം കുറെ കിട്ടി കിടക്കണ്ടേ. അപ്പൊ അവര് ഈ സോപ്പ് എന്താ ചെയ്തിരിക്കണു, എന്താ പറയാ, എനിക്ക് പൊടി ആക്കിയിട്ട് ഇങ്ങനെ ആക്കി പൊടി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഹോളൊക്കെ ഒന്ന് ജസ്റ്റ് അടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവിടെ വെള്ളം പൊങ്ങിയത്. അപ്പൊ എന്താണ്ടായിച്ച മറ്റവരുടെ ഒന്നും വെള്ളം നിൽക്കണില്ല. അവർക്ക് ആത്മാർത്ഥമായിട്ട് ഉരച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് ചെറിയ കുഞ്ഞു കളത്തിന് കാട്ടി. ഇത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും എന്ന് വെച്ചാല് ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്, അർജുനും ജാസ്മിനും അഭിഷേകിനും ഒക്കെ ഡൗട്ട് ഉണ്ട്. പക്ഷെ അവരൊന്നും ഇത് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നില്ല. അതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് പാരന്റ്സ് ആണ്. ടിക്കറ്റ് ഫിനാലെ വരുന്ന സമയത്ത് ടിക്കറ്റ് ഫിനാലെ ഗ്രൂപ്പായിട്ട് കളിക്കാൻ പോണത്. സത്യം പറഞ്ഞ ബിഗ് ബോസിന്റെ എഴുതുന്ന മുതലാളി എഴുത്തുകാരന് സ്ക്രിപ്റ്റ് നഷ്ടപ്പെട്ടിട്ട് ഇനിയിപ്പോ മറ്റേ അതില് പാറിപ്പോയില്ലേ, മോഹം തമ്മിൽ പ്രേമം നൽകിയ ആ പേപ്പർ പാറിപ്പോയ മാതിരി അവര് സ്ക്രിപ്റ്റ് പാറിപ്പോയി തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അത് ആ ഒരു സിറ്റുവേഷനിൽ സീരിയസ് ആയിട്ട് ഒന്നെങ്കിലും 10-15 ദിവസം കൊണ്ട് ഇത് കൂട്ടിക്കെട്ടാനുള്ള ഒരു പരിപാടിയാണ്. ഇത് എന്താ ചെയ്യേണ്ടതുകൊണ്ട് അറിയില്ല. ഒരു സീസൺ അത്ര ആയിട്ടുള്ളൂ. എന്ത് ബോറാണെങ്കിലും തിരക്കടില്ല. ബോറൊരു കാര്യം ഫാമിലി റൗണ്ട് പറഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം വെയിറ്റ് ചെയ്യും ഇവരുടെ ഫാമിലി വരുന്നത്. അതൊരു ഭയങ്കര ഇത്. പക്ഷെ ഈ ധൃതി പിടിച്ചിട്ടുള്ള ഒരു ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് വീട്ടുകാർ പാവട്ടോ നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ, എന്താണെന്നറിയില്ല.
അപ്പൊ ഇതിനേ ഉള്ളൂ. ഇത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. പിന്നെ എന്തെങ്കിലും പറയാണ്ടോ? ഇപ്പൊ നാളെ അടുത്ത ആൾക്കാർ വരും വീട്ടുകാർ. അപ്പൊ ജാസ്മിന്റെ കമന്റ് ഒക്കെ എല്ലാത്തിലും കോമഡി. എല്ലാവർക്കും ജാസ്മിന്റെ ഉമ്മയും ഉപ്പയും വന്നു കഴിഞ്ഞാൽ കറക്റ്റ്. ജാസ്മിന്റെ ഏറ്റവും കൂടുതൽ അവിടെ പാരന്റ്സിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ജാസ്മിന്റെ കേട്ടോ. ആക്ച്വലി ശരിക്കും ഗബ്രി അവിടുന്ന് ഔട്ടാവാൻ പാടില്ലായിരുന്നു. ഗബ്രി ഔട്ടാവാതെ ജാസ്മിന്റെ പാരന്റ്സ് വരണമായിരുന്നു. അപ്പോഴൊക്കെ ഷോ ഇതാവുള്ളൂ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ രണ്ടുപേരും കൂടി നിന്ന് കഴിഞ്ഞാൽ അവിടെ ജാസ്മിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജബ്രിനെ പിടിച്ച് പുറത്തേക്ക് തോന്നുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതി. പിന്നെ ഇപ്പൊ എന്തോ ഒരു കാര്യം ഞാൻ പറയാൻ വിചാരിച്ചു, എന്റെ കൂട്ടത്തിൽ മിസ്സായി പോയി. ഈ ഫാമിലി ടാസ്കറിൽ അല്ല വേറൊരു കമന്റ് ഉണ്ട് കേട്ടോ. അതായത് വണ്ടിയിലാണല്ലോ അപ്പൊ എല്ലാരും വന്നിറങ്ങണത്. അപ്പൊ കമന്റിക്ക് പോണതിന് മുന്നേ സായി ഉണ്ടെങ്കിൽ വേഗം മുന്നിൽ കയറുന്നത് ബിഗ് ബോസ് റിവ്യൂ പറയാം. അതല്ല കാറിലാണ് എല്ലാ ഫാമിലിയും വരുന്നതെങ്കിൽ ജാസ്മിന്റെ ബാപ്പയും ഉമ്മയും വരാൻ ചാൻസ് ഇല്ല, ലേറ്റ് ആവാനാ ചാൻസ്. കാരണം വെച്ചാൽ മിക്കവാറും മൂപ്പര് ബ്ലോക്കിൽ കൊടുക്കുന്നു ഓരോരുത്തരെ കമന്റ്. ഏതായാലും ഇത്ര തന്നെ ഉള്ളൂ അല്ലേ? ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്താണ് ഫാമിലി ടാസ്ക്? നിങ്ങൾ ഞാൻ പറഞ്ഞ പോലത്തെ എൻ്റെ ബുദ്ധി ഞാൻ അങ്ങനെയൊക്കെ കുറച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ എവിടെ എത്തണ്ടാവില്ല എന്നാലും. പക്ഷേ നമ്മൾ അതെ ഇങ്ങനെ കാണിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. അല്ല നിങ്ങൾ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കുറേ നേരമായി ഞാൻ പറയുന്ന പല കാര്യങ്ങൾക്കും ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കാത്ത പല ആക്ഷനും കാണിക്കുന്നുണ്ട്. ഇന്നെ ഒന്നും അല്ല അതൊന്നും ആരും അറിയില്ല. ഇത് ക്യാമറ അടിക്കുന്നു. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ബിഗ് ബോസിന്റെ പോലെ തന്നെയാണ്. ഇവള് വീഡിയോ ചെയ്ത് പോകുന്നുള്ളൂ, എഡിറ്റിങ്ങിന്റെ കയ്യിലാണ്. ഞാൻ എവിടെ കട്ട് ചെയ്യണം എത്ര കട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നമ്മള് ബിഗ് ബോസ് കട്ടിങ് എഡിറ്റിംഗ് അല്ല അങ്ങനെ സീരിയസ് ആയി പറഞ്ഞല്ല. ഞാൻ പറയാൻ പൊതുവെ ഏതാണ്ട് എഡിറ്റിംഗ് ആണ് നടക്കുന്നത് അറിയാം. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.